അയ്യാ വണക്കം. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഓൺലൈൻ ജേർണലിസ്റ്റാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം ഷാജൻ സ്കറിയയുടെ പല നിലപാടുകളും സംഘപരിവാറിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ CPM ഷാജൻ സ്കറിയെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം ധീരമായി നിയമപരമായി അതിനെല്ലാം നേരിട്ട് പുറത്തു വന്ന ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് അലിഗേഷൻസ് അവിടെ എവിടെയും തെളിയിക്കാതെയൊക്കെ കിടപ്പുണ്ട്. പോരാത്തതിന് സംഘപരിവാറുകാരുടെ കണ്ണിലുണ്ണി കൂടിയാണ് ഷാജൻ സ്കറിയ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ പുള്ളിക്കാരൻ ഒരു ആട്ടിൻതോലിട്ട ചെന്നായിയാണ്, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള വാദങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തും അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലൊക്കെ നമ്മുടെ ഷാജൻ സ്കറിയ എടുത്ത നിലപാടെന്നൊക്കെ പറയുന്നത് വളരെയധികം പരിതാപകരമായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് ന്യായീകരിച്ച് മെഴുകി അവസാനം ചെമ്പ് തെളിഞ്ഞു വരുന്നുണ്ട് അണ്ണൻ്റെ എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നിലപാടെടുക്കുമ്പോൾ ഞാൻ അവിടെയാണ്, ഞാൻ ഇവിടെയാണ്, എന്നാൽ ഇത് ശരിയല്ല, എന്നാൽ അതും ശരിയല്ല എന്ന് പറയുന്ന നിലപാടെടുക്കരുത്. നമ്മുടെ നാട്ടിൽ പച്ചയ്ക്ക് പറയുന്നുണ്ട്, അതായത് ഉപദേശവും മറ്റേ സാധനവും ഒരുമിച്ച് വേണ്ട എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇങ്ങനെയാണ് ഷാജൻ ചേട്ടന് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ആ ഒരു വിഷയത്തിൽ ഷാജൻ ചേട്ടൻ വല്ലാതെ പ്രതിരോധത്തിലായി എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വിഷയം അതൊന്നുമില്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റാണ്. ഇതാണ് ആ പോസ്റ്റ്. ഷാജൻ സ്കറിയ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആചാര ലംഘനം സംഭവിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുമ്പോഴും ഭഗവാനെ തൊഴാം യൂണിഫോം ഇൻസേർട്ട് ചെയ്ത് ഉദ്യോഗസ്ഥർ പോകുന്നത് അശ്ലീലമാണ് എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. രാഷ്ട്രപതിയേക്കാൾ വലുത് ഭഗവാനാണെന്നും തന്ത്രിക്കുമേൽ ശാന്തിക്കുമൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ ഈ വൃത്തികേട് അവസാനിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വാസ്തവന്മാർ തിരുനടയിൽ വന്ന് മിഴിച്ചു നിൽക്കത്തുമില്ല. ഭക്തിയും ബഹുമാനവും ഇല്ലാത്തവർ 18ാം പടിക്ക് താഴെ നിൽക്കട്ടെ എന്നാണ് ഷാജൻ സ്കറിയ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടിരിക്കുന്നത്. അതായത് അവിടെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശിച്ചിരുന്നു. ശബരിമല സന്ദർശിച്ചപ്പോൾ പോണ പുകിലൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രപതി വന്ന ഹെലിപാഡിൽ അതിൻ്റെ ടയറുകൾ രണ്ടും കൂടെ അങ്ങ് പൂഴ്ന്നുപോയി. അങ്ങനെ പൂഴ്ന്നു പോയപ്പം ഒരു മികച്ചൊരു ക്യാപ്സ്യൂളായിരുന്നു, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതായത് നമ്മുടെ ജനീഷ് കുമാർ MLA പറഞ്ഞത്, ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പൂഴ്ന്നു പോയെങ്കിൽ എന്താ, അത് മുകളിലോട്ടല്ലേ പറക്കുന്നത്, അതുകൊണ്ട് താഴ്ന്നു പോയത് കാര്യമാക്കണ്ട, ഫസ്റ്റ് ഗിയർ ഇട്ടങ്ങ് പിടി, മുകളിലോട്ട് കയറി പോട്ട് എന്നാണ് നമ്മുടെ ജനീഷ് അണ്ണൻ പറഞ്ഞത്. ഈ ജനീഷ് അണ്ണൻ്റെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തിനാണ് തേങ്ങ അടക്കാൻ തെങ്ങി കയറുന്നത്, തേങ്ങ വേണമെങ്കിൽ താഴേക്ക് വരട്ടെ, അതാണല്ലോ ഹീറോയിസം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജനീഷ് അണ്ണൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതൊക്കെ വിടാം. സ്വതസിദ്ധമായിട്ടുള്ള അവരുടെ ഈ ശൈലി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഐ മീൻ ദിസ് ടൈപ്പ് ഓഫ് ഫൂളിഷ്നെസ് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് ഓണവും വിഷുവും പോലെ ചിരിച്ച് കളിച്ച് കളയുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ അണ്ണൻ വീണ്ടും വോട്ട് മേടിച്ച് വരും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ വന്നപ്പോൾ രാഷ്ട്രപതിയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തൻ്റെ യൂണിഫോമിൽ എത്തി. പിന്നെ രാഷ്ട്രപതിക്ക് ചുറ്റുമുള്ള NST കമാൻഡോസും അവരുടെ യൂണിഫോമിലെത്തി. ഇത് അശ്ലീലമാണ് എന്നാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. ഒറ്റനോട്ടത്തിൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരു തീവ്രമായിട്ടുള്ള ഭക്തനാണെങ്കിൽ നമുക്ക് ഇതൊരു അശ്ലീലമാണല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ സത്യം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ഹിന്ദു ധർമ്മം എന്താണ് പറയുന്നത്? സനാതനിക് വാല്യൂസിൽ ഇതിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അവിടെ നമ്മൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ആദ്യം നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആചാരം എന്നത് ആർക്കാണ് ബാധകം? ആചാരം എന്നത് ബാധകമാകുന്നത് ഭക്തനാണ്. ആണോടെ? ഭക്തനാണ് ആചാരം എന്നുള്ളത് ബാധകം. അല്ലാതെ ആചാരം ഭക്തിയില്ലാത്ത ഒരാൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഭക്തനായിട്ടുള്ള ഒരാൾക്കാണ് ആചാരം ബാധകമെങ്കിൽ ഭക്തിയില്ലാത്തവർക്ക് അവിടേക്ക് വരാതിരുന്നുകൂടെ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ആചാരം പാലിക്കേണ്ടല്ലോ. when it comes to രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ആരാണ് എന്നാദ്യം മനസ്സിലാക്കണം. പുള്ളി എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. രാഷ്ട്രപതിയുടെ ADC ആണ് പുള്ളി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ കൂടെ അദ്ദേഹം വെറുതെ നടക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ചുമതലകളൊക്കെ എന്താണ് എന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി എന്താണ് ADC? ഐഡേ ഡി ക്യാമ്പ് എന്നാണ് ADCയുടെ ഒരു ഫ്രഞ്ച് പദമാണ്. ആ ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ADC എന്ന് പറയുന്നത്, ഐഡേ ഡി ക്യാമ്പ് ആ വാക്ക് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? ഐഡേ ഡി ക്യാമ്പ് എന്ന് പറയുന്നത് സൈനിക സഹായി എന്നാണ്, അല്ലെങ്കിൽ സേനാ പ്രതിനിധി, രാഷ്ട്രപതിയുടെ കൂടെയുള്ള സേനാ പ്രതിനിധി. ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. രാഷ്ട്രപതി എവിടെ
എവിടെ പോയാലും രാഷ്ട്രപതിയുടെ പല കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ആ രാഷ്ട്രപതിയെ പരിപാലിക്കുക, അല്ലെങ്കിൽ ആ രാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുക്കുക, രാഷ്ട്രപതിയും ഡിഫൻസ് മിനിസ്ട്രിയും തമ്മിലുള്ള പാലമാകുക എന്നുള്ളതാണ് ഈ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ചുമതല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കർമ്മം എന്ന് പറയുന്നത്. ഇനി ഈ വ്യക്തിയുടെ ജോലി, അതായത് ADCയുടെ ജോലി എന്തൊക്കെയാണ്? രാഷ്ട്രപതിയുടെ സംരക്ഷണം, പിന്നെ പോരാത്തതിന് സുരക്ഷ, പിന്നെ പ്രോട്ടോകോൾ, ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക, ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് ടു ഡിഫൻസ് മിനിസ്ട്രി, ഇതിനിടയിൽ ഒരു പാലമാകുക. ഇനി അടുത്ത കാലം എന്ന് പറയുന്നത് സെറിമോണിയൽ റോൾ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ റോള് എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ ADC എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രപതി ഇനി എവിടെ ചെന്നാലും, ഇപ്പോൾ രാഷ്ട്രപതി ശബരിമലയിലേക്ക് വന്നു, രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരുമ്പോൾ രാഷ്ട്രപതി ഒരു ഭക്തിയായിട്ടാണ് വരുന്നത്. രാഷ്ട്രപതി ഇരുമുടിയെടുത്ത് 18ാം പടി ചവിട്ടി മുകളിലേക്ക് വരുമ്പോൾ ADC എന്ന് പറയുന്ന വ്യക്തിയും ശബരിമലയിലെ ആ 18ാം പടിയിൽ ഇരുമുടിയെടുത്ത് വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ ആചാരം പാലിക്കുന്നു. ഇരുമുടി അദ്ദേഹം തലയിലേന്തി അദ്ദേഹം മുകളിലേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യൂണിഫോം ഊരാൻ അധികാരമുണ്ടോ? അദ്ദേഹത്തിൻ്റെ യൂണിഫോം ഊരാൻ അധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് യൂണിഫോം ഊരാൻ അധികാരമില്ല. സേവന ചുമതലയിലാണ് അദ്ദേഹം നിൽക്കുന്നത്, അല്ലാതെ അദ്ദേഹം ഒരു ഭക്തനായിട്ടല്ല നിൽക്കുന്നത്. പോരാത്തതിന് രാഷ്ട്രപതി ഈ 18ാം പടി കയറുമ്പോൾ ആ പടിയിൽ രാഷ്ട്രപതിയെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റുന്നത് അദ്ദേഹമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇരുമുടിയെടുത്തേ മതിയാകും. ഇരുമുടിയെടുത്ത് യൂണിഫോം ഇട്ടുകൊണ്ടാണ് കയറുന്നത്. കാരണം 18ാം പടി ഇരുമുടിയെടുക്കാതെ ചവിട്ടാനായിട്ട് പറ്റില്ല. ഇനി അദ്ദേഹം ഇരുമുടിയെടുക്കാതെയാണ് 18ാം പടി ചവിട്ടിയതെങ്കിലും അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സംരക്ഷിക്കുന്ന, രാഷ്ട്രപതിയുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയാണ്. ആ രാഷ്ട്രപതിയെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. അദ്ദേഹം ആ ചുമതല വിട്ടുകഴിഞ്ഞ് അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യാനുള്ള ഒരു അവകാശവുമില്ല. ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു, നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നുണ്ട് കർമ്മയോഗത്തിൽ എന്താണ് നിൻ്റെ കർമ്മം എന്നുള്ളത്. അതായത് നിൻ്റെ കർമ്മം എന്ന് പറയുന്നത് അർജുന യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഇതിനിടയിൽ മാമനുമില്ല, മച്ചാനുമില്ല, ആരുമില്ല. യുദ്ധം ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതായത് സ്വന്തം സ്വന്തം പിതാമഹൻ്റെ നേരെയാണ് അമ്പ് ചെയ്യാനായിട്ട് ഭഗവാൻ പറയുന്നത്, സ്വന്തം പിതാമഹൻ. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അയ്യോ അതൊക്കെ തെറ്റല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നത് ഇരിയടാ അവിടെ പോയി അമ്പേടാ, അല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും എന്നാണ് നമ്മുടെ കൃഷ്ണൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും തോന്നും അയ്യോ കൊലപാതകം, ഇത് നോക്ക് എന്തൊരു ഗ്രന്ഥമാണ് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിരിക്കും. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അതായത് ക്ഷത്രിയനായിട്ടുള്ള നിൻ്റെ കടമ എന്ന് അവിടെ കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ ഇത് വായിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അതാത് സേവന മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരാൾ, യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണൻ അയാളോട് പറയുന്നത് എടാ നിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. നീ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ തേയും എന്നാണ് കൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അർജുനൻ്റെ സ്ഥാനത്ത് അവിടെ സിംബോളിക്കലി നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതായത് അർജുനൻ്റെ ജോലി എന്താണ്? ക്ഷത്രിയനാണ്. അപ്പോൾ ക്ഷത്രിയനായിരിക്കുന്ന അർജുനൻ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അർജുനൻ പറയും അയ്യോ കൃഷ്ണ എനിക്കത് ചെയ്യാൻ പറ്റില്ല കൃഷ്ണ, കാരണം എൻ്റെ തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നുന്നു, ഗാന്ധീവ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പോഴേ കൃഷ്ണന് മനസ്സിലായി ഈ സംഭവം ഉടായിപ്പാണെന്ന്. കാരണം തല കറങ്ങുന്നു, ഗാന്ധീവം വഴുതി പോകുന്നു, എനിക്ക് ഈ ഒരു വലിയൊരു സദസ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാൻ തോന്നില്ല, എനിക്ക് സന്യസിക്കാൻ പോകാനാണ് തോന്നുന്നതെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണനോട് ഈ അർജുനൻ പറയുന്നു. പക്ഷേ കൃഷ്ണൻ ഈ ഉടായ്പ് മനസ്സിലായി. കാരണം ഇത്രയും വലിയ യുദ്ധത്തിൻ്റെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ അർജുനന് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. കാരണം അർജുനൻ ഇതിലെല്ലാം വമ്പൻ പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിയാണ്. തൂക്കിയെടുത്ത് മനുഷ്യന്മാരെ തറയിലടിക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ്. തറയിൽ അടിച്ചിട്ടുള്ള ആളാണ്, ചോര കണ്ടിട്ടുള്ള ആളാണ്, കൃത്യമായിട്ട് ആയുധം കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? സ്വന്തം ബന്ധുക്കളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അർജുനന് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഹിംസ എന്ന് പറയുന്നത്. ഹിംസയുടെ ഏറ്റവും താഴെ തട്ടിലാണ് അർജുനൻ ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അതായത് സ്വന്തം ബന്ധുക്കളായതുകൊണ്ട് നിനക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർ അധർമ്മികളുമാണ്. സ്വന്തം ബന്ധുക്കളല്ലായിരുന്നെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് തറയടിച്ചേനെ. അപ്പോൾ അതാണ് ഹിംസയുടെ ഏറ്റവും അഗ്ലിയസ്റ്റ് ഫോം. അതായത് എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, എന്ത് വേണോ ചെയ്യാം.
വേറെ ആരെങ്കിലും ചെയ്താൽ ഞാൻ തൂക്കിയെടുത്ത് തറയടിക്കും. അപ്പോൾ ഇതാണ്, ഇപ്പോൾ ഈ മനോഭാവത്തോടു കൂടിയാണ് നീ ഇതെന്നോട് പറഞ്ഞത്. അപ്പോൾ നിന്നെ വിടാനുള്ളൊരു ഉദ്ദേശമില്ല. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇതിലും ഗംഭീരമായിട്ട് ഇത് വേറെ പല ആൾക്കാരും ചെയ്യും, അല്ലെങ്കിൽ നീ ചെയ്യേണ്ടി വരും. അതാണ് ഈ മടിയും മല ചുമക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പൈതഗോറസ് തിയറം 5ാം ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിൽ 10ാം ക്ലാസ് ആകുമ്പോൾ ടീച്ചർ ക്ലാസ്സിൽ എല്ലാവരും മുമ്പിൽ വെച്ചും പറയും, ഡേയ് പോയി 5ാം ക്ലാസ് ഇരിയിടാന്ന് പറയും. നാണം കെട്ട് നാറും. പിന്നെ ഈ 10ാം ക്ലാസ്സിലെ പാഠവും 5ാം ക്ലാസ്സിലെ പൈതഗോറസ് തിയറോ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടി വരും. അപ്പോൾ അതേ ടെക്നിക്കാണ് കൃഷ്ണൻ പറയുന്നത്. നീ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ വീണ്ടും അവന്മാർ നിന്നെ അടിച്ച് തൊലയ്ക്കും. അങ്ങനെ അടിച്ചു തുലയ്ക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് തന്നെ ഗതികെട്ട് അവസാനം എല്ലാത്തിനെയും പുല്ല് കൊല്ല എന്നുള്ള സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ വരും. ആ ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ നിൻ്റെ കർമ്മമാണിത്. നിൻ്റെ കർമ്മം എന്ന് പറയുന്നത് ഇതാണ് മോനെ, നീ ഇത് ചെയ്യും, നീ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഹിന്ദു ധർമ്മത്തിൽ തന്നെ പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശബരിമലയിൽ വന്ന് അയ്യപ്പനെ തൊഴുക എന്നുള്ളതല്ല, മറിച്ച് രാഷ്ട്രപതിയുടെ എന്താണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇരുമുടി കെട്ടെടുക്കാതെ ആ പടി ചവിട്ടിയാലും യാതൊരുവിധ പ്രശ്നവും അയ്യപ്പന് സംഭവിക്കാൻ പോകുന്നില്ല, ആർക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് സെറ്റപ്പ്. കാരണം അയ്യപ്പൻ പോലും ഭരണഘടനയുടെ സംരക്ഷണയിലാണ് ഇരിക്കുന്നത്. അയ്യപ്പൻ പോലും മൈനറാണ് ഭരണഘടനാ പ്രകാരം. ഭരണഘടന കൃത്യമായിട്ട് അയ്യപ്പനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും ആ അയ്യപ്പന് നൈഷ്ഠിക ബ്രഹ്മചര്യം അത് കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാവിധ അർഹതയും ഉണ്ടെന്നും അല്ലെങ്കിൽ അവകാശങ്ങളും ഉണ്ടെന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷണയിൽ കൂടെയാണ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രപതി അവിടെ വരുമ്പോൾ രാഷ്ട്രപതിയുടെ ഡ്യൂട്ടി, രാഷ്ട്രപതിയുടെ സെക്യൂരിറ്റിയായി നിൽക്കുന്ന ആൾ ഇരുമുടി എടുക്കാതെ ചവിട്ടിയാലും പ്രശ്നമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സംഭവമുണ്ട്. അങ്ങനെ അവിടെ വരുമ്പോഴും ദേവസ്വം ബോർഡും അവിടെ തന്ത്രിയുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് കൃത്യമായിട്ട് ഈ ആചാരത്തിന് ഇദ്ദേഹത്തിന് ഒരു എക്സെപ്ഷൻ കൊടുക്കും. അങ്ങനെ എക്സെപ്ഷൻ കൂടെ കൊടുത്തിട്ടാണ് ഇദ്ദേഹം അവിടെ കയറുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയല്ലേ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളൊക്കെ പരിപാലിക്കലില്ലേ, അതുകൊണ്ട് അദ്ദേഹം അവിടെ വന്ന് നിന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് തെറ്റ്? അദ്ദേഹം തൊഴുതില്ല, എന്തിന് തൊഴണം? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പല ആൾക്കാർക്കും തോന്നും. യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹം വരുന്നത് കൊണ്ടോ അദ്ദേഹം വന്ന് നിൽക്കുന്നത് കൊണ്ടോ യാതൊരുവിധ തെറ്റുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് എന്ത് ചെയ്യരുത്, ഒരു അസൗകര്യം ഉണ്ടാക്കരുത്. പല ആൾക്കാരും പറയുന്നത് വന്നിങ്ങനെ കല്ല് പോലെ നിൽക്കുന്നത് കാണുമ്പോൾ പിറകിൽ ഭക്തന്മാരുണ്ടല്ലോ, അകപ്പാടെ 3 സെക്കൻഡോ 2 സെക്കൻഡോ ഒക്കെയാണ് തൊഴാനായിട്ട് അവർക്കൊന്ന് പറ്റുന്നത്. അപ്പോൾ ആ നടയിൽ നിന്ന് മാറി അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെ വേണമെങ്കിലും ഇരുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആഫീസ് അതിനകത്ത് തന്നെ ഉണ്ട്, അവിടെ പോയി കസേരയായിട്ട് കുത്ത വച്ചിരുന്നു, ഒരു പ്രശ്നവും ആർക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് മുമ്പിൽ നമ്മുടെ വേറൊരു മന്ത്രി ഉണ്ടായത്, ആ മന്ത്രി തീർത്ഥം കയ്യിൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ തുടച്ച് കളയുന്നൊരു കാഴ്ച നമുക്ക് കണ്ടു. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വേണ്ടെങ്കിൽ മേടിക്കണ്ട, അങ്ങോട്ടേ വരണമെന്ന് ആരും പറയുന്നുമില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശബരിമല അയ്യപ്പൻ്റെ മുമ്പിൽ വരാതെ അവിടെ എല്ലാം ഇരിക്കാനും കിടക്കാനും നടക്കാനുമുള്ള എല്ലാ സൗകര്യവും എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതൊക്കെ ചെയ്തോളൂ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അല്ലാതെ ഭക്തർക്ക് അസൗകര്യം ഉണ്ടാക്കരുത് എന്നാണ് അതിൽ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായിരുന്നാലും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഭരണഘടന കൊടുക്കുന്ന ഈ ഒരു അവകാശം വെച്ച് വലിയൊരു കേസ് ജയിച്ച വേറൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് നമ്മുടെ രാം ലല്ല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അയോധ്യയിലിരിക്കുന്ന നമ്മുടെ ഭഗവാൻ ശ്രീരാമനാണ് യഥാർത്ഥത്തിൽ കേസിൽ ആദ്യത്തെ കക്ഷി എന്ന് പറയുന്നത്. ആ ഭഗവാൻ ശ്രീരാമനാണ് ഈ സ്ഥലം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആ കേസ് വാദിച്ചത്. അല്ലാതെ ഹിന്ദു മഹാസഭയല്ല അത് വാദിച്ചിരിക്കുന്നത്. ആ കേസ് കൃത്യമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും. അങ്ങനെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമ സംവിധാനങ്ങളും കൃത്യമായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും മൈനറായിട്ടുള്ള ഡയറ്റീസിനും നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ ഭരണഘടന ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ആ ഭരണഘടനയ്ക്കകത്ത് ദൈവങ്ങളെ കയറ്റിയത് മനുഷ്യനാണ്. ഈ ദൈവങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം സംരക്ഷണം കൊടുത്തിരിക്കുന്നത് മനുഷ്യനാണ്. യുക്തിവാദികൾക്ക് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു പോയിൻ്റാണ്. കണ്ടോ, ദൈവമൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദൈവത്തിന് പോലും ഭരണഘടനയിൽ സംരക്ഷണ എന്നൊക്കെ നമുക്ക് പറയാം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് പ്രധാനമായിട്ടും പറയുന്നത് ഈ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയത് തന്നെയാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതെന്തിനാണ് മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ദൈവത്തെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കുന്നു, എന്നിട്ട് ആ ദൈവത്തെ ആ മനുഷ്യൻ ആരാധിക്കുന്നു. ആ ആരാധിക്കുന്നതിൻ്റെ പോയിൻ്റ് എന്താണ്? ഈ സർവശക്തനായിട്ടുള്ള സകല അണ്ടകടാഹങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ ദൈവമെന്ന് പറയുന്ന അരൂപിയായിട്ടുള്ള ഈ അദൃശ്യ ശക്തിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കല്പം എൻ്റെ ദൈവം ഇങ്ങനെയാണ്. അതാണ് ഹിന്ദുയിസത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എൻ്റെ ദൈവം ഇങ്ങനെയാണ്.
എനിക്കിഷ്ടം പാട്ട് പാടുന്ന ഒരു ദൈവത്തിനെയാണ്, അതുകൊണ്ട് സരസ്വതി എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായി. വേറൊരാൾക്ക് ഇഷ്ടം മയിലിൻ്റെ പുറത്തേറി സഞ്ചരിക്കുന്ന ഒരു ദൈവമായിരിക്കാം, അതുകൊണ്ട് മുരുകൻ എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടായി. വേറൊരാൾക്ക് ഇന്ന ദൈവമായിരിക്കാം ഇഷ്ടം. പക്ഷേ ഇതൊക്കെ കുറച്ച് ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാരുണ്ടാക്കിയത് കൊണ്ടും ഈ അദൃശ്യ ശക്തിയുമായിട്ട് കോണ്ടാക്റ്റുള്ള ആൾക്കാരുണ്ടാക്കിയത് കൊണ്ടും അതിൻ്റെ ഒരു കയ്യൊപ്പ് എവിടെയൊക്കെ ഇതിനകത്ത് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ദൈവമാകുന്ന ഈ ഒരു ബിംബത്തെ ആരാധിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആ വലിയ പരമതത്വത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ കയറുമ്പോൾ അയ്യപ്പൻ അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വാസവം പറയുന്ന പോലെ ഞാൻ നീ ആകുന്നു എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നീ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് നീ തന്നെയാകുന്നു. എൻ്റെ പൊന്നുമോനെ, നീ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു, പക്ഷെ നീ മനസ്സിലാക്കുന്നില്ല അത് നീയാണ്. നിന്നിലേക്ക് എത്താനുള്ള ഒരു പാത്ത് മാത്രമാണ് ഞാൻ. ആ ഒരു പാത്ത് തേടിയാണ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു പാത്തിലൂടെ നടന്ന് നീ നിന്നിലേക്ക് തന്നെ നോക്കുക. കണ്ണടച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ടാണ് നമ്മുടെ മുമ്പിൽ. ആ ഇരുട്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു റിഫ്ലക്ഷൻ എന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരോടോ സംസാരിക്കുന്നു എന്നുള്ളതല്ല, നമ്മളോട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ജെനുവിനാണ് അല്ലെങ്കിൽ നീ അർഹിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ മനസാക്ഷി കേൾക്കും. അത് ചിലപ്പോൾ നിനക്ക് അത് നടത്തി തന്നിരിക്കും. മറിച്ച് ഒരു കാരണവശാലും നീ അർഹിക്കാത്ത കാര്യം, അതായത് എനിക്ക് 25 കോടി രൂപ എങ്ങനെയെങ്കിലും ലോട്ടറി അടിക്കണേ ഈശ്വര എന്ന് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മനസാക്ഷി ഇരുന്ന് ചിന്തിക്കും, 25 കോടി ഇവൻ അടിച്ചു കഴിഞ്ഞാൽ ഇവനത് ഡീൽ ചെയ്യാൻ അറിയാമോ? ഇവനത് എവിടെ കൊണ്ടുപോയി മാറണമെന്നറിയാമോ? ഇവനത് ഏത് ബാങ്കിലിടണമെന്നറിയാമോ? അല്ല, ഇവന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാ? ഇവന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അത് അടിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ ഇവ അറ്റാക്ക് വന്ന് ചാവും. അതിനെക്കാട്ടിലും നല്ലത് തരാതിരിക്കുന്നതല്ലേ? അതുപോലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് സംഭവങ്ങളെന്ന് പറയുന്നത്, സംഭവത്തിൻ്റെ കിടപ്പെന്ന് പറയുന്നതും. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി.